പവർ ടീം നയങ്ങൾ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങളുടെയും ഞങ്ങളുടെയും പ്രതിനിധിയും നിങ്ങളുടെയും ഞങ്ങളുടെയും നടുവിലുള്ള ഒരു പാലം പോലെ നിൽക്കുന്ന ആളുമാണ് ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനെ ബഹുമാനിച്ചേ പറ്റൂ. ക്യാപ്റ്റനെ ബഹുമാനിക്കാതെ ആരെങ്കിലും മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പവർ ടീം അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഈ മീറ്റിംഗിന്റെ അവസാനത്തിൽ ഡൗട്ട് ക്ലിയർ ചെയ്യുവാൻ വേണ്ടി ജാസ്മിൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ക്യാപ്റ്റനെ ബഹുമാനിച്ചേ പറ്റൂ എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുകയുണ്ടായി. ക്യാപ്റ്റനായിരിക്കുന്ന ജിൻഡോ പലപ്പോഴും ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പല കാര്യങ്ങളും. ഇല്ലാത്ത കാര്യം, തെറ്റായ കാര്യങ്ങൾ ഒക്കെ ശരി എന്നുള്ള രീതിയിൽ പലയാവർത്തി കള്ളം പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ക്യാപ്റ്റനായിരിക്കുന്ന ജിൻഡോ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് നിസ്സാര കാര്യങ്ങൾ ചൊല്ലി അയാളെ ബഹുമാനിച്ചിട്ടില്ല, അയാളെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്തായിരിക്കും നടപടിയെടുക്കുക എന്നുള്ളൊരു ചോദ്യം ജാസ്മിൻ ചോദിച്ചു. കാരണം അദ്ദേഹം പലയാവർത്തി ഇത്തരത്തിലുള്ള കള്ളങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇനിയും അത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ സിബിൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും, സാക്ഷികളെ വിളിക്കും, ആ സംഭവങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കും, അതിനുശേഷമായിരിക്കും ഞങ്ങൾ വിധി പറയുക, അതിനുവേണ്ടി ഞങ്ങളൊരു കമ്മീഷനെ തന്നെ നിയോഗിക്കും എന്നൊക്കെ കാര്യങ്ങൾ പറയുകയാണ്. ഉടൻ തന്നെ ജിൻഡോ ചാടി എഴുന്നേറ്റു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ ക്യാപ്റ്റന് സംസാരിക്കാൻ സമയം കൊടുക്കുന്നു. ജിൻഡോ ആ സമയത്ത് സംസാരിച്ചൊരു വിഷയമുണ്ട്. ക്യാപ്റ്റനെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ അത് വെളിപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം, എന്നെ അവൾ വിളിച്ചുകൊണ്ടിരുന്നത് ഇക്ക എന്നും കാക്ക എന്നും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ സംസാരിച്ചപ്പോഴെന്താണ് വിളിച്ചത്? പുള്ളിക്ക് ഇഷ്ടമല്ല, പുള്ളി അങ്ങനെ ചെയ്തു, പുള്ളി ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഈ പുള്ളി എന്നുള്ളത് അല്ല, എനിക്കൊരു പേരുണ്ട്, എൻ്റെ പേര് ജിൻഡോ എന്ന് വിളിക്കാം, അല്ല എങ്കിൽ എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാം. നിനക്ക് ആരധികാരം തന്നു എന്നെ പുള്ളി എന്ന് വിളിക്കാൻ? ഉടനെ തന്നെ ജാസ്മിൻ പറഞ്ഞു, എൻ്റെ പേര് നീ എന്നല്ല, എനിക്കും അങ്ങനെയുണ്ടെങ്കിൽ ഒരു പേരുണ്ട്, ജാസ്മിൻ എന്ന് മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ജിൻഡോ ജാസ്മിൻ എന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് തരുന്നതായിരിക്കും അങ്ങോട്ടും തിരിച്ചു തരുന്നത് എന്ന് പറഞ്ഞു. അവിടെ ആ വിഷയം വിട്ടിട്ട് വീണ്ടും ജിൻഡോ സംസാരിക്കുമ്പോഴൊക്കെ നീ എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം നീയല്ല ജാസ്മിൻ, നീയല്ല ജാസ്മിൻ എന്ന് ജാസ്മിൻ തിരുത്തുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം ജിൻഡോ പറഞ്ഞ ഏറ്റവും വലിയൊരു മണ്ടത്തരം ഇതായിരുന്നു. കഴിഞ്ഞ ദിവസം അവൾ മെന്റലി വലിയ ഡൗൺ ആയിരിക്കുകയാണ്, അതുകൊണ്ട് 2 ദിവസത്തേക്ക് അവളുടെ മെക്കിട്ട് കയറാൻ ചെല്ലരുത്, അവളെ ഒന്ന് വെറുതെ വിട്ടേക്കണമെന്ന് ജാസ്മിനു വേണ്ടി എന്നോട് റസ്മിൻ സംസാരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ഞാൻ അവളോടും പറഞ്ഞു, 2 ദിവസം നീയും എൻ്റെ മെക്കിട്ട് കയറാൻ വന്നേക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നിരുന്നത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ കാലെ തൂക്കി നിലത്തടിച്ചേനെ. ആ ഒരു പ്രസ്താവന വലിയ പ്രശ്നമായി മാറി. അതായത് ഫിസിക്കൽ അസോൾട്ട് ഞാൻ നടത്തും എന്നുള്ള രീതിയിലാണ് ജിൻഡോ ഇപ്പോൾ സംസാരിച്ചത്. ജിൻഡോയും ഗബ്രിയും കൂടി ആ ഒരു പ്രസ്താവനയെ ചൊല്ലി വലിയ വാഗ്വാദത്തിലേക്ക് വരുന്നു. അതിനേക്കാൾ ശബ്ദമുയർത്തിക്കൊണ്ട് ജാസ്മിൻ സംസാരിക്കുന്നു. ഉടനെ പവർ ടീം ഇടപെട്ടിട്ട് ആ മീറ്റിംഗ് താൽക്കാലികമായി അവിടെ വെച്ച് പിരിച്ചുവിടുകയാണ്. അതായത് പവർ ടീം മുൻപ് പറഞ്ഞിരുന്നു, ഞങ്ങളൊരു കമ്മീഷനെ വെക്കുകയും ഇതൊക്കെ അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നീട് അതിൻ്റെ ശിക്ഷ തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പവർ റൂമിലേക്ക് പോയതിനു ശേഷം ഈ കമ്മീഷനും അവർ തന്നെയാണ് കേട്ടോ, കമ്മീഷൻ കൂടി ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഒരു കോടതി പോലെ നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം. ഒരു ജഡ്ജി ഉണ്ടാകും, അപ്പോൾ തന്നെ വാദി ഉണ്ടാകും, പ്രതി ഉണ്ടാകും, ഇവർക്ക് സാക്ഷികളെ വേണമെങ്കിൽ വെക്കാം. അങ്ങനെ കോടതിയിൽ വാദിച്ച് കേസ് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത് പോലെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്ന് അവർ തീരുമാനം പ്രഖ്യാപിക്കുകയും അത് പരസ്യപ്പെടുത്തുവാൻ വേണ്ടി അവിടുത്തെ ബോർഡിൽ എഴുതുകയും ബെല്ലടിക്കുകയും കൂടി ചെയ്തു. ഉടൻ തന്നെ ജാസ്മിനും ഗബ്രിയും അതൊരു വലിയ വിഷയമാക്കി മാറ്റി. കാരണം ഇവിടെ ശിക്ഷ നടപ്പാക്കിയത് എഴുതുവാൻ വേണ്ടിയുള്ളതാണ് ഈ ബോർഡ്. അല്ലാതെ നിങ്ങൾ വൈകിട്ട് മീറ്റിംഗ് നടത്തുമെന്നും കോടതി രീതിയിലാണെന്നും സാക്ഷികളെ വിളിക്കണമെന്നും ഇതല്ല. വാദി ആര്, പ്രതി ആര് എന്നെഴുതുന്ന ഒരു സംഭവമല്ല ഈ ബോർഡ്. ഇത് തെറ്റാണ് ഈ കാണിച്ചത് എന്ന് പറയുന്നു. ഉടൻ തന്നെ സിബിൻ പറയുന്നു, ഓക്കെ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങളതിന് സോറി ചോദിക്കുകയാണ്, ഞങ്ങളത് തുടച്ചു കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് തുടച്ചു കളയുന്നു. എങ്കിലും സിബിൻ കൃത്യമായിട്ട് ജാസ്മിനും ഗബ്രിക്കും വാണിംഗ് കൊടുക്കുന്നുണ്ട്, കുറിച്ചു വെച്ചോ, പണി തരാം എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷെ വൈകിട്ട് ഇവിടെ കോടതി ഉണ്ടാവും, ആ കോടതിയിൽ വെച്ച് തീർപ്പ് കൽപ്പിക്കപ്പെടണം. ഉടനെ ജാസ്മിനും ഗബ്രിയും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഇത്രയും ആൾക്കാർ കേൾക്കെ ഇവിടെ നിന്നുകൊണ്ട് എന്നെ കാലയിൽ വാരി നിലത്ത് തൂക്കി അടിക്കും എന്ന് പറഞ്ഞു. ആ പറഞ്ഞ വിഷയത്തിനകത്ത് ഇനി എന്തിനാ കോടതി കൂടുന്നത്? ഇത് തെറ്റാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്കും ഇവിടെ കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിയും സാക്ഷികളുടെ ആവശ്യമുണ്ടോ? എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഇനിയിപ്പോൾ ഒരു വാദം നടത്തേണ്ട ആവശ്യമില്ല. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ വെച്ച് പറയുക. അതിനുള്ള ശിക്ഷ എന്താണെന്ന് കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൽപ്പിക്കുക. അല്ലാതെ അതിനുവേണ്ടി ഒരു കോടതി വിളിച്ചുകൂട്ടി പരിപാടി നടത്തുന്നതിനോട് നമുക്ക് താല്പര്യമില്ല, നമ്മൾ അതിനകത്ത് സഹകരിക്കില്ല.
ഇവിടെ ജിൻഡോയ്ക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. വായിൽ നിന്ന് അബദ്ധം വീണു എന്നുള്ളത് ജിൻഡോയ്ക്ക് മനസ്സിലായിരിക്കുകയാണ്. എന്തായാലും പവർ ടീം അവരുടെ നിലപാടുമായി മുൻപോട്ട് പോകുന്നു. ഈ വിഷയത്തിനുള്ളിൽ മിക്കവാറും പണി കിട്ടുവാനുള്ള സാധ്യത ഇപ്പോൾ വന്നിരിക്കുന്നത് ജാസ്മിനും ഗബ്രിക്കും തന്നെയാണ്. കാരണം ഇതിനു വേണ്ടി എല്ലാവരും കാൺക ചെയ്ത ഒരു തെറ്റ്, എല്ലാവരും കേൾക്ക വിളിച്ചു പറഞ്ഞൊരു തെറ്റ്, അതിനുവേണ്ടി ഇനിയിപ്പോൾ സാക്ഷികളെ കൊണ്ടുവരികയും വിസ്തരിക്കുകയും കോടതി കൂടുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പരിപാടിക്ക് ഞങ്ങളെ കിട്ടൂല. അതവർ പറയുന്നത് ന്യായമാണ്. ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കേൾക്കുകയാണ്. ആ മീറ്റിംഗിന്റെ നടുവിൽ വെച്ച് ജിൻഡോ ആ കാര്യം പറഞ്ഞത്. അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ വേണ്ടി ഇനി ഒരു കോടതി കൂടേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷേ അവർ കോടതി കൂടി അവിടെ വെച്ച് സാക്ഷികളെ കൊണ്ടുവന്ന് സാക്ഷി പറയിപ്പിച്ച് ഞങ്ങൾ കേട്ടു എന്ന ആൾക്കാർ പറയിപ്പിച്ചൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് വഴിതിരിച്ചു വിടുവാനുള്ള ശ്രമം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് അങ്ങനെ ഒരു പരിപാടിക്ക് ഞങ്ങളെ കിട്ടില്ല, സഹകരിക്കുകയില്ലെന്ന്. ഒരു പക്ഷേ ഗബ്രിക്കെതിരെ വരുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഒരു പക്ഷേ ഡൺ റൂം അടച്ചു പൂട്ടിയവരെ പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഇതിനോടുള്ള ബന്ധത്തിലായിരിക്കാം. അവർ പറഞ്ഞ തീരുമാനത്തെ ഇവർ വയലേറ്റ് ചെയ്തു, അവർ ആ കോടതിയിൽ ഇടപെട്ടില്ല അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള കാരണത്താലായിരിക്കും ഒരു പക്ഷേ തീരുമാനമെടുക്കുകയും പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ജിൻഡോ ആവശ്യമില്ലാതൊരു വള്ളി വലിച്ചിപ്പോൾ തലയിൽ വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് തെറ്റ് ചെയ്തത് ജിൻഡോയാണ്. എന്നാൽ എവിടേക്കാണ് ഇനി ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിരിക്കുന്നു. നിസ്സാരമായി അവിടെ വെച്ച് തീരേണ്ട ഒരു വിഷയമായിരുന്നു അത്. എന്നാൽ കണ്ടന്റുകൾ വാരി വിതറിക്കൊണ്ട് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കത് കാത്തിരുന്ന് കാണാം.